കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വന്നിട്ടുണ്ട്. എടാ മോനെ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ വൈകിയ? ഞാൻ വേറെ ഒന്ന് രണ്ട് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അമ്മ വിളിച്ചോ പറഞ്ഞല്ലോ. അത് ഞാൻ മറന്നുപോയി. ബാ ഇരിക്കി. എന്താണ്, ഞാൻ ഒന്ന് കുളിക്കട്ടേന്നേ. അതൊക്കെ പിന്നെ ചെയ്യാം, നീ ഇവിടെ ഇരിക്കേ. ഒരു കാര്യം പറയാണ്ടാ. അതല്ലേ എന്താണ്? രമണനമാമ വന്നിരുന്ന്. ചേട്ടാ നീ ഒന്നും മിണ്ടാണ്ടിരിക്കടാ പുണ്ണി. അതെല്ലാം സീതാലക്ഷ്മി പറഞ്ഞോളും. അതിനുവേണ്ടി അവള് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. എന്നാ പിന്നെ അമ്മ എന്നെ പറഞ്ഞോ, രമണനമാവൻ ആരതിനെ ആനന്ദേട്ടനെ ആലോചിക്കാൻ വന്ന കാര്യം. അത് ശരി, അങ്ങനെയാണ് കാര്യല്ലേ. പങ്കിയമ്മയുടെ അവന് തലവേദനയാന്ന് പറഞ്ഞു പോയി കിടക്കുന്നുണ്ട്. അയ്യോ പങ്കിക്കോ? ആണോ? നീ പോവല്ലേ? നീ ഇതിനെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോ. എന്ത് മറുപടി പറയാനാണ് അമ്മ? അത് നടക്കില്ലല്ലോ. എടാ അവള് നല്ല കുട്ടിയാടാ. അതുമല്ല നിന്നെ വലിയ കാര്യമാണ്. ഓ പിന്നെ എന്ത് കാര്യമാണ് അതൊക്കെ. എൻ്റെ അമ്മ അത് നടക്കില്ല. മാത്രല്ല ഏജിന്റെയും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. 10-12 വയസ്സിന്റെ മാറ്റില്ലേ? അതൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ അച്ഛനും ഞാനും തമ്മിലുണ്ടല്ലോ 10-11 വയസ്സ് വ്യത്യാസം. ഇല്ലെങ്കിൽ നീ അച്ഛനോട് ചോദിച്ചു നോക്ക്. 11 വർഷമൊന്നുമല്ല, പിന്നെ 10 വർഷവും 3 മാസവും. ഇത് കല്യാണം കഴിക്കുമ്പോഴല്ലേ. ഇപ്പൊ എത്രയുണ്ട്? പിന്നെ മാത്രല്ല അമ്മേ, അവൾ ഇവിടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഓടിച്ചാടി കളിച്ച് നടന്ന കുട്ടിയല്ലേ. അതിങ്ങനെ പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യണ. ഞാനൊരു സഹോദരി പോലെ അതിനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പൊ ഈ പ്രായമായി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? സഹോദരി കല്യാണം കഴിക്കും ആരെങ്കിലും? എന്ത് ആ നടക്കില്ല അമ്മേ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കുളിക്കട്ടെ. പോയി കുളിക്കടാ. എങ്ങനെയുണ്ട്? അന്തേട്ടന് ഇഷ്ടമല്ലാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ തന്നെ വിളിച്ചു പറ അന്തേട്ടന് ഇഷ്ടമല്ലാന്ന്. ചിരിക്കണ്ട. ഈ കല്യാണം നടത്താൻ എനിക്കറിയാം. സീതാലക്ഷ്മി ഒരു കാര്യം വിചാരിച്ചാലേ അത് നടത്തിയിരിക്കും. അച്ഛാ അങ്ങനെ അമ്മ ഒറ്റയ്ക്ക് നടത്തുക? എന്ത് ജന്മമാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ടെന്താ, ഞാൻ അതിരപ്പള്ളിയും വാഴശാലൊക്കെ കാഴ്ചയും കണ്ട് ഇവിടെ എത്തിയപ്പോ ഗഫൂർഖാ ദോസ്ത് ഇവിടെ വന്ന് പോയേക്കണം. ഞാൻ അത് അറിയണെന്താ, ഞാൻ നേരെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രമണേട്ടന് ഇങ്ങനെ ഒരു ബന്ധം താല്പര്യമില്ല, മാത്രല്ല എന്നെ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് ആട്ടി എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതങ്ങോട്ട് പറയലും കണ്ണിന്ന് പൊന്നിച്ച പറയാന്ന് കേട്ടിട്ടുണ്ടോ എന്താ നീ? ചേക്കിട്ടൊക്കെ ഒരടി അങ്ങോട്ട് അടിച്ചിട്ട് എന്റെ ആടിയെല്ലാം ഇളകിന്ന് തോന്നിട്ടാക്കി. അത്ര സഹിച്ചില്ലേക്ക്. എന്താ ചിരിക്കണ നീ ചിരിക്കണ്ട, ഞാൻ അടുത്തത് നടക്കാ. എനിക്കെന്താ കിട്ടണ്? അതെ, ഈ അമ്മയ്ക്ക് പ്രാന്താണ്. അങ്ങേരുടെ പൂത്ത പൈസ കിട്ടുള്ളതിനെ നെകളിപ്പാണ്. വല്ല കാര്യമുണ്ടാ? ഇനിയിപ്പോ ഇതൊന്നല്ല, ഞാനൊരു കാര്യം പറയട്ടെ എന്നോട്. ഇപ്പോ ദേവികയും കുട്ടികളും നിന്റെ കൂടെ ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും ഈ ബന്ധം നമുക്ക് ചേർന്നല്ലടാ. ആ തന്തയുടെയും മോളുടെ ഒക്കെ അവര് പെരുമാറ്റം കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബത്തേക്ക് ചേർന്നല്ല. അത്രക്ക് ഇഷ്ടല്ലേക്ക്, അത്രക്ക് ഇഷ്ടല്ല ഉള്ള കാര്യം പറയാലോ. എന്ത്? അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായോ നിനക്ക്? ഇങ്ങനൊരു ബന്ധം ഇനി നിനക്ക് ജീവിതത്തിൽ കിട്ടില്ല. ആനന്ദാ, ഇതിപ്പോ പെങ്ങളാണ് മുറപ്പെണ്ണാണെന്നൊന്നും നീ വിചാരിക്കേണ്ട കാര്യമില്ല. എന്തിനാ നീ അത് വിചാരിക്കണ? ഒരേ ഒരു മകള്, ആവശ്യത്തിന് സ്വത്ത്, ഇതൊന്നും പോരെ നിനക്ക്? അതേ, വന്നു കയറുന്ന സൗഭാഗ്യം പുറംകാലം കൊണ്ട് ചവിട്ടിയാൽ പിന്നെ ജീവിതത്തിലേക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ നഷ്ടത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഖേദിച്ചിട്ടിട്ട് കാര്യമില്ല. അല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നീയായി നിന്റെ പാടായി. ചേച്ചി എപ്പോഴാ വന്നേ? പങ്കിയേ, നീ വൈകുന്നേരം മുതൽ ഒന്നും കഴിച്ചിട്ടില്ലല്ലോടാ. വന്ന് വല്ലതും കഴിക്കേ. ഇനിയിപ്പോ ഒന്നും വേണ്ട, കിട്ടാളൊക്കെ കിട്ടിയില്ലോ. അപ്പൊ എന്താ കഴിച്ച്? കൊഴുക്കട്ട. കൊഴുക്കട്ട ഉണ്ടാക്കിയോ? ഒരു 2 അവനും കൊടുക്ക്. നീ അത് വിട് പങ്കിയേ. പാടാ, ഞാൻ നിന്റെ ചേച്ചിയല്ലേ. എനിക്ക് നീയല്ലേ ഉള്ളൂ. ഒന്നും
വല്ല കഴിക്കേ. എന്താ നീയും കൂടെ വാടാ, വാ അത്താഴം കഴിക്കാം. അപ്പൊ അത്താഴം കഴിക്കാൻ വിളിക്കാൻ വന്നാ അമ്മ? ആടാ, പക്ഷെ അതിന്റെ കൂടെ നിന്നോട് കുറച്ച് കാര്യങ്ങളും പറയാണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പങ്കി പറഞ്ഞതേ. പങ്കി എന്താ? പങ്കിയമ്മ എന്നോടൊന്നും പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? എടാ രമണന്റെ മോളുടെ കാര്യം. എന്റെ അമ്മ അതൊന്നും നടക്കില്ല. ഇത് എന്തിനാണ് ഇത് പിന്നെയും പറഞ്ഞോണ്ടിരിക്കുന്നത്? നീ അങ്ങനെ പറയല്ലേ, നല്ലോണം ആലോചിക്കും മോനെ. എത്ര നല്ല ആലോചനയാ. പങ്കിയെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ഞാൻ പറഞ്ഞില്ലടാ. അതിപ്പോ പെങ്ങളാണ് മുറപ്പെണ്ണാണെന്നൊന്നും ആലോചിക്കണ്ട. അതിപ്പോ കല്യാണം കഴിച്ചിട്ട് ജീവിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ അതൊക്കെ ആയിട്ട് അങ്ങോട്ട് ശീലാവും. അങ്ങനെയാണല്ലോ. അതന്നെ പങ്കി പറഞ്ഞാണ് കാര്യം. ഒന്നുമില്ല അതൊന്നും വേണ്ട, ആകെ വിട്ടോ. നീ അങ്ങനെ പെട്ടെന്ന് പറയല്ലേ. കിടക്കാൻ നേരത്തെ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ തീരുമാനം എടുത്താ മതി. പങ്കിയെ വായോ, കഞ്ഞി കുടിക്കാം. കിടക്കുമ്പോഴേ എല്ലാവരും കൂടി ഒന്ന് ആലോചിക്ക്. എന്തെന്ന്? എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചോളാൻ കിടക്കുമ്പോ. നല്ല തഴമ്പ കഴിയുമ്പേ വാർക്കപ്പണിക്ക് വീണ്ടും തോന്നുന്നു മുമ്പേ പൊന്നീച്ച മാറും. വാങ്ങണ്ട. വൈകിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ കല്യാണക്കാരും പറഞ്ഞപ്പം സത്യമായിട്ടും വെള്ളടി വെട്ടിയ പോലെ ആയിരുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത്. ഞാൻ പറയുന്നല്ലോ ഏട്ടാ, കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേന്നപ്പോ. എന്താ നീ പറഞ്ഞു? കുന്തോ പതുക്കെ പറ. പിന്നല്ലാണ്ട് എന്താ ഈ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കണേ? ഇല്ല, നാളെ എന്താഴ്ചയാ? അതാണോ ആലോചിച്ചത്? അല്ല, എന്താണ് നാളെ? നാളെ ബുധൻ. നാളെ ബുധൻ. ആ പ്രഭാകരൻ സാറിൻ്റെ മോളുടെ കല്യാണം നാളെ. അപ്പോൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അപ്പോൾ ആ കല്യാണത്തിനൊന്ന് പോകണം. അവിടെ പോയി തല കാണിച്ചിട്ട് വേണം നേരെ ഓഫീസിൽ പോകാൻ. ഈ വിവരം സൂപ്രണ്ടിനോട് വിളിച്ച് പറയണം. അങ്ങാരെങ്ങാനും പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് പോക്ക് നടക്കില്ല. ഓ, ഭയങ്കരമായല്ലോ. ഇവിടെ മനുഷ്യന്റെ ജീവിതം പോകുമല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന് ഇപ്പൊ ഒന്ന് സമാധാനമായി എന്നുള്ള കാര്യം പറഞ്ഞതാ. അപ്പൊ അതൊന്നും കേട്ടില്ല. പ്രഭാകരൻ സാറിന്റെ മോളുടെ കല്യാണം അതൊക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു എന്നല്ല, എന്റെ പ്രാർത്ഥന കൊണ്ട് ഒരുവിധം ഒതുങ്ങിന്ന് പറയാം. എന്തത്? ഞാൻ ആലോചിക്കുകയാണേ, ഈ നാട്ടിൽ എന്തോരം നല്ല ചെറുപ്പക്കാര് പിള്ളേരുണ്ട്. അവർക്ക് നിങ്ങളെപ്പോലെ ഒരു കളവനേ ഉള്ളോ കല്യാണം ആലോചിക്കാൻ കിട്ടിയതോ? കളവനോ? പിന്നല്ലാണ്ട് ഞാനോ? എടി, കല്യാണം കഴിക്കുന്നതിന് കളവനാണോ ചെറുപ്പക്കാരനാവൊന്നുമില്ല. ഇല്ല. പിന്നെ അവൾക്ക് ചിലപ്പോൾ പഴയ നൊസ്റ്റാൾജിയൊക്കെ ഇറങ്ങി കാണും. അവളിവിടെ ഇങ്ങനെ കളിച്ചു വളർന്ന കുട്ടിയല്ലേ. അവൾക്കല്ല, നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ വന്നു എന്ന് പറ. ചിരിക്കല്ലേ, എനിക്ക് വലിയ ചിരിയൊന്നും വരുന്നില്ല. നൈസായിട്ട് കല്യാണം കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. എനിക്കറിഞ്ഞൂടാ നിങ്ങളെ. അതൊക്കെ പിന്നെ പറയേണ്ടത് കാര്യം. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ യോഗമില്ല, അതുപോലല്ലേ വരൂ. യോഗോ? അപ്പം അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നല്ലേ? വാങ്ങല്ലേ? നീ അത് വീട് ചുമ്മാ വെറുതെ ഇനി അത് പറഞ്ഞിട്ട് പറയുന്നു. നീ വന്നേ. വാന്ന്. നീ ഇങ്ങോട്ട് വാന്ന്. ഓ പിന്നെ ദേവികേ വാ, വന്ന് പിടിക്ക്. അച്ഛൻ വിളിക്കണില്ലേ കുറെ നേരം കൊണ്ട്? ഉറങ്ങിയില്ലായിരുന്നോ? അവനെ ഉറങ്ങിക്ക്. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിക്ക രണ്ടുപേരും. ഉറങ്ങിക്ക്. എടാ, ഇന്നലെ അച്ഛൻ ഒരു പ്രപ്പോസലും കൊണ്ട് വന്നേക്കുവാ. എനിക്കിവിടെ അറിയാവുന്ന ഫാമിലി തന്നെയാ. പിന്നെ നമുക്ക് അറിയാളെ. എവിടെയാ സ്ഥലം? അവിടെ തൃപ്പൂണിത്തറയില്ലേ, അവിടെ. അച്ഛൻ അവിടെ ചെന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് ഓക്കെയാണ്, എൻ്റെ ഇഷ്ടത്തിനാണ്, അങ്ങോട്ട് പോയി ആലോചിച്ചെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാ, ഞാൻ പറഞ്ഞു ഞാൻ ജൂജിനെ മാത്രമേ കേട്ടതുള്ളൂ. അപ്പോൾ ഉടനെ ഡാഡി പറയുകയാണേ, അങ്ങനെ നീ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ സ്വത്തെല്ലാം വല്ല അനാഥാലയങ്ങൾക്ക് എഴുതി കൊടുക്കും. ഞാൻ പറഞ്ഞു എനിക്ക് സ്വത്തൊന്നും വേണ്ടെന്ന്, എനിക്ക് 5 വയസ്സാണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? പിന്നെ ഞാനിങ്ങനെ പറയണം? നീ എൻ്റെ സ്വത്ത് എന്തിനാണോ പ്രേമിച്ചേ? അല്ല, അതായത് ഇപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് ജീവിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കണം. ജീവിക്കണം.
കാശ് വേണ്ടേ? അതിന് നീ പണിക്ക് പോണം. പണിക്ക് പോവാം. ആ പണിക്ക് പോകത്തില്ലേ? പണിക്ക് പോവും. പണി കണ്ടുപിടിക്കണം. അതുവരെ നമുക്ക് ജീവിക്കണ്ടേ? ഇല്ല, പണി കണ്ടുപിടിച്ചവരെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ജീവിക്കാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്നലെ ഡാഡി പറയുകയാണേ നമ്മളെല്ലാവരും കൂടെ ദുബായിലോട്ട് പോകുമെന്നിനി. അങ്ങനെ എങ്ങനെ ചെയ്ത് കളയുമോ? ചുമ്മാ കാലുത്തി അപ്പൊ പോലീസ് പിടിച്ചു ചേർത്തിട്ട്. അമ്മേ അച്ഛൻ. ഓക്കെ, പിന്നെ കാണാം. നീ ഇങ്ങോട്ട് പോണേ. കണ്ട അവൻ രക്ഷോട്ട് പോയത് കണ്ട. നിന്റെ കാര്യം ചിന്തിച്ചാ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ സംഭവിക്കാൻ പോണത്. കയറാൻ വേണ്ടിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജയിലിൽ പേടിച്ചിട്ടാ ഞാൻ ദുബായിൽ നിന്ന് പോന്നേ. അല്ലെങ്കിൽ രണ്ടിനും ഞാൻ ഇവിടെ വെച്ച് തീർത്തന്നെ. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. കയറാൻ വേണ്ടിയില്ലേ? എടി, ഞാൻ നോക്കുമ്പോൾ പബ്ലിക് റോഡിൽ രണ്ടും കൂടി നിന്ന് സല്ലടിക്കണ് കണ്ടിട്ടെന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്തൊരു നാണക്കേടാന്ന് പറ. എൻ്റെ പൊന്നു മോളെ, ഡാഡി അവനെ പറ്റി നല്ലോണം അന്വേഷിച്ചു. അവൻ ആള് വൃത്തികെട്ടവനാ. പോരാത്തന്നെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു എന്നല്ലാണ്ട് ഒരൊറ്റ വിഷയം പോലും കിട്ടിയിട്ടില്ല, അറിയാവോ? അതൊക്കെ സഹിക്കാം. അവൻ എൻ്റെ പണം കണ്ടിട്ടുള്ള തുള്ളല, അല്ലാണ്ട് അവൻ ഇവളോട് പ്രേമുണ്ടെന്ന് എനിക്ക് തോന്നണല്ല. അതെങ്ങനെ ഡാഡിക്ക് അറിയാം? ആഹാ, ഇനി ഡാഡിയുടെ മേത്തേക്ക് കയറ്. എടി, അവൻ ആള് ശരിയല്ല, അതുകൊണ്ടാ 10-35 വയസ്സായിട്ട് പെണ്ണ് കിട്ടാതിരിക്കുന്നത്. നീ തന്നെ പരിചയപ്പെട്ടിട്ട് 1 വർഷമായില്ലേ, നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ എന്നാ പെണ്ണ് കെട്ടാത്തേന്ന്? പിന്നെ ചോദിക്കുമ്പോൾ തന്നെ അവൻ പറയാൻ പോയല്ലേ എനിക്ക് ആരും പെണ്ണ് കെട്ടാത്തോണ്ടാ പെണ്ണ് കെട്ടാത്തേന്ന്. അതെ, നിങ്ങൾ ഈ എന്തിനാ ഈ കിടന്ന് ചൂടാവുന്നത്? അവനൊരു ജോലി കിട്ടിയിട്ട് മതി അവന്റെ കല്യാണം എന്നാണ് അവന്റെ തീരുമാനം. അപ്പൊ അതനുസരിച്ചല്ലേ നടക്കത്തുള്ളൂ. എന്നിട്ട് ഇപ്പൊ ജോലി കിട്ടിയാ പിന്നെ എന്തിനാ ഇപ്പൊ അവൻ നിന്നെ കെട്ടാൻ വേണ്ടിട്ട് 4 കാലിൽ തുള്ളണത്? 4 കാലം കിടന്ന് തുള്ളുന്നുണ്ടെങ്കിൽ അവൻ ജോലി മേടിക്കും. ഓൾറെഡി മുംബൈയിൽ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അവനത് കിട്ടുകയും ചെയ്യും. പിന്നെ അവന്റെ സപ്ലിയുടെ എണ്ണെടുത്ത് കഴിഞ്ഞാൽ അവന്റെ വയസ്സിനേക്കാൾ കൂടുതലുണ്ട്. അവനാണ് ഇപ്പൊ ജോലി എടുത്തു വെച്ചേക്കണത്. എൻ്റെ പൊന്നു മോളെ, നീ ഡാഡി പറയുന്നൊന്ന് കേക്ക്. നീ അവനെ മറക്ക്. അല്ലെ തന്നെ 1 വർഷമല്ലേ ആയുള്ളൂ പരിചയപ്പെട്ടിട്ട്. ഞാൻ 10 വർഷം പ്രേമിച്ച ഒരു തന്നെയല്ലേ പുഷ്പം പോലെ മറന്നിട്ട് നിന്റെ ഡാഡിനെ കെട്ടിയത്. അയ്യോ, അതിന് ഞാൻ മമ്മിയല്ല ഡാഡി. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോജിനെ മാത്രമേ കേട്ടത്തുള്ളൂ. വേണ്ട, വെറുതെ തല്ലിയിട്ട് എന്നാത്തിനാ? തല്ലി പിന്നെ പെണ്ണിനകത്ത് പോയാൽ എന്നായോ? തത്തോട്ടെ, എനിക്ക് അത്ര സന്തോഷമാവും. ഒന്നേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാൻ ഓമനിച്ച് വളർത്തിയതല്ലേടി അവസാനം ഇങ്ങനെ ആയത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ അവനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു നയാ പൈസ നിങ്ങൾക്ക് ഞാൻ തരില്ല. ഡാഡിയുടെ നയാ പൈസ ഞങ്ങൾക്ക് വേണ്ട. നീ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞേരേ. ഞാൻ പറഞ്ഞ എൻ്റെ വാക്കിന് വിലയുണ്ടോന്ന് നിനക്കപ്പം മനസ്സിലാവും. ആയിക്കോട്ടെ, മനസ്സിലായി. എല്ലാം നിന്റെ കുഴപ്പമാടി, നിന്റെ വളർത്തുദോഷം. ഇനി എന്നെ പറഞ്ഞു അല്ലെങ്കിൽ കുറ്റം വരുമ്പോ എല്ലാ തള്ളമാർക്ക്, നല്ലതാണെങ്കിൽ എല്ലാ അച്ഛന്മാർക്ക്. എന്റെ പൊന്നു മോളെ. എന്താ മമ്മി? നീ ഡാഡി പറയുന്നൊന്ന് കേക്ക്. അനന്തൻ നല്ല പയ്യനാ. മമ്മി, അനന്തേട്ടന് 39 വയസ്സായില്ലേ, എന്നിട്ട് ഇതുവരെ കല്യാണം കഴിച്ചില്ലല്ലോ. എന്നാ അത് വേണ്ട, നമുക്ക് വേറെ ആലോചിക്കാം. നിനക്കും വയസ്സ് 30 ആയില്ലേ, നീ എത്ര നാളെന്ന് വെച്ചിട്ടാ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? ഒന്ന് സമ്മതിക്കടി. എന്നാ പിന്നെ ആയിക്കോട്ടെ, എന്തായിരുന്നോ ആരെന്ന് വെച്ചാൽ ആലോചിച്ചു. സത്യാണോ? എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? എന്റെ ഗുരുവായൂരപ്പ, ഇവളുടെ കല്യാണം നടക്കുവാണെങ്കിൽ ഇവളുടെ ഡാഡീനെ കൊണ്ട് ഞാനൊരു 101 ശയനപ്രദർശനം നടത്തിയേക്കാവേ. എടി, ഞാനേ ഒന്ന് പോയി ഡാഡിയോട് പറയട്ടെ, ഡാഡിക്ക് സന്തോഷാവും. ഓടിച്ചല്ലേ, വിളിച്ചു വിട്ടട്ടെ, എല്ലാരെയും കാണിച്ചു തരാം. എന്തിനാണ് എന്നാലും ഇത് വലിയ കഷ്ടമായി പോയി. ഞാനാണ് ആ വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഇത്രയും ദിവസമായുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെക്കാം. ഈ വിവരം ഞാൻ ഷാഹിനാനോട് ചെന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ എടുക്കും? ഉറപ്പായിട്ടും അവൾ കെട്ടിത്തൂങ്ങി മരിക്കുള്ളൂ. വലിയ ഷോക്കായി പോകും അവൾക്ക്. അപ്പോൾ അതിനാണ് ഷോക്ക് അടിക്കുന്നു, കെട്ടിത്തൂങ്ങിച്ചാണല്ലോ മരിക്കുന്നത്. അല്ല, ഇത്രയല്ലോ മനുഷ്യൻ്റെ കാര്യം.
മജിദക്കൊക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടാ. എടാ എടുത്ത് ചാടി പുള്ളി ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം എന്തിരിക്കണ്? എന്തിൻ്റെ ഒരു കുറവാണ്? യോഗ്യനായ ഒരു മരുമോനില്ലേ? അല്ല നല്ലൊരു മോളില്ലേ? ഒന്നും പറഞ്ഞ കാര്യമില്ല. നമ്മളിപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ചുറ്റൊക്കെ അവിടെ ഇതുപോലെ ജീവിതം നേരാവാൻ പണിയാന്ന്. നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചടാ അത്. ഇതാണ് ജീവിതം. വേണ്ട കാര്യം ഒന്നും അറിയാൻ പാടില്ല, വേണ്ടാത്ത കാര്യമൊക്കെ കൃത്യമായിട്ട് ഇറങ്ങിയിട്ട് വെക്ക്. ഇതൊക്കെ വലിച്ചു വാരി ഇട്ടേക്കാണ് വൃത്തിയായിട്ട് വെക്കാതെ. അമ്പിളിയേ, ആ മൂന്നേട്ടാ പണിയടക്കാണ് ഇവിടെ. ആ ചെറിയൊരു മെയിൻ്റനൻസ്. ഞാൻ ഓഫീസിൽ പോയിരുന്നു. എന്താ കാര്യം? നിങ്ങക്ക് വരിസംഖ്യ കയറണ്ടേ? ആ അത് തന്നാ മതി, കുഴപ്പമുള്ള കാര്യമല്ലല്ലോ. താങ്ക് യു. ഇങ്ങോട്ടുണ്ടാ പൈസ ഉണ്ടാ? ശരി മൂന്നേട്ടാ. അല്ല, റെസീറ്റ് എവിടെ? അയ്യോ റെസീറ്റൊക്കെ ഓഫീസിലല്ലേ, നമ്മൾ വണ്ടിയിൽ റെസീറ്റും കൊണ്ട് നടക്കൂലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, റെസീറ്റ് വേണം. അതെന്ത് വർത്താനം മൂന്നേട്ടാ? 3-4 മാസം നിങ്ങൾ എനിക്ക് പൈസ തരാതിരുന്നപ്പോ എനിക്ക് ആ വിശ്വാസക്കേടൊന്നുണ്ടായില്ലല്ലോ. ആര് പൈസ തന്നില്ലെന്നോ? പിന്നെ ഞാനോ? പിന്നെ തന്നാ? ഇവനോട് ചോദിച്ചു നോക്ക്, 3-4 മാസം പൈസ ഇവന് കൊടുത്തിട്ടുണ്ട്. മൂന്നേട്ടൻ പൈസ തന്നാടാ? മൂന്നേട്ടൻ പൈസ തന്നല്ലോ. അപ്പൊ നീയാണല്ലോ പറയുന്നത് മൂന്നേട്ടൻ പൈസ തന്നിട്ടില്ലാന്ന്. അല്ല ഇവിടെ കിട്ടിയല്ലോ. അണ്ട് ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. പക്ഷെ അടിയാൻ പറ്റിയെന്നാണല്ലോ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അത് കുഴപ്പമില്ല മൂന്നേട്ടാ, ഞാൻ ഇവനായിട്ട് കണക്ക് പറഞ്ഞിട്ട് റെസീറ്റ് തരാം, അതൊന്നും പേടിക്കണ്ട കേട്ടാ. ശരി മൂന്നേട്ടാ, ഒരു റെസീറ്റ് എഴുതേണ്ട മാനസിക അവസ്ഥയില്ല എൻ്റെ മുതലാളി. എന്തു പറ്റി? അറിഞ്ഞിട്ടേ മജീദ് ഖാന്റെ കാര്യം ഉണ്ടായിരിക്കും. അമ്പിളി, അമ്മയപ്പന്റെ കല്യാണം എന്ന് പറയുന്നത് കേട്ടു. അല്ല അത് മൂന്നേരനോട് ആര് പറഞ്ഞു? ഞാനെന്നല്ല, നാട്ടുകാർ മൊത്തം അറിഞ്ഞ കേസ് കേട്ടാ. അത് കണ്ടാ, നാട്ടുകാരെ മൊത്തം അറിഞ്ഞു, വിളിക്കുകയും ചെയ്തു. മുതലാളി ഷാഹിനെ മാത്രം വിളിച്ചിട്ട് അറിഞ്ഞിട്ടാ. വിളിച്ചില്ലേ? നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല, നമ്മളെ കുടുംബക്കാരല്ലേ, നമ്മളല്ലേ നടത്തണത്. 12-ാം തീയതി നിശ്ചയം എന്ന് പറയുന്നത് കേട്ടു. 12-ാം തീയതി നിശ്ചയം, 12-ാം തീയതി കല്യാണ നിശ്ചയം. നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? പിന്നെ പൊളിക്കണത് അത് നമുക്ക് കലക്കണത്. ശരിയെന്നാ, ഇത് ഞാൻ കലക്കും. ഇത് കലക്കും. നാട്ടുകാരെ മൊത്തം അറിയിച്ച് മുതലാളിനും ഷാഹിനെ മാത്രം വിളിച്ചിട്ട് അറിയിച്ചിട്ടാ. മുതലാളിയെ ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിങ്ങൾക്ക്? എന്തിന്? നീ ആ പോസ്റ്റിന്റെ ചോട്ടിലിരുന്ന് ആവശ്യത്തിന് പൊട്ടിക്കരഞ്ഞോ? അതേ ഇത്രയും നാട്ടുകാരറിഞ്ഞ സ്ഥിതിക്ക് ഇനി വേറെ ആരെങ്കിലും പറഞ്ഞ് ഷാഹിനെ അറിഞ്ഞാൽ അവളത് താങ്ങൂല. ഞാൻ എങ്ങനെയെങ്കിലും പോയി അവളോടൊന്ന് അവതരിപ്പിക്കാൻ നോക്കട്ടെ. നീ ഒരു പണിയായി, ഈ വണ്ടിയായിട്ട് ഓഫീസിലേക്ക് പോയിക്കോ. വേണ്ട, ഞാൻ കൂടെ വരാം. നീ വരണ്ട, നീ വണ്ടിയായിട്ട് ഓഫീസിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, ഞാൻ സഹായിക്കാൻ വരാം. വേണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം. എന്നാ 500 രൂപ മുതലാളി ചെലവിന്. കണക്ക് ഞാൻ പറയണ്ട് മൂന്നേട്ടൻ്റെ, എന്നെ ഓർപ്പിക്കല്ലേ. കിട്ടിയോ അളിയാ? അളിയാ കിട്ടിയോ? കിട്ടിയോ? എന്തുവാ? അല്ല ഇത് ഏത്? ശേ, അളിയപ്പ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാനെന്തോ ആലോചിച്ചത്? എന്തെന്നാ ഈ പറയണേ? ഞാനിപ്പോ എന്തിനും ഈ പേപ്പറും പേനായിട്ട് ഇവിടെ ഇരിക്കണത്? നീ എന്തിനായിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഈ തൊഴിലുറപ്പ് ജോലിക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ശമ്പളം കൂട്ടി കിട്ടുന്നതിനും അവരുടെ ചില അവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാർട്ടി ഒരു സമരം നടത്തുന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ 15 മിനിറ്റ് മുമ്പ്. പറഞ്ഞായിരുന്നു അങ്ങനെ? എന്നിട്ടല്ലേ ഞാൻ ഈ പേപ്പറും പേനും വെച്ച് അളിയൻ പറഞ്ഞില്ലേ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ എടുക്ക് പേപ്പറും പേനും എടുത്ത് എഴുതിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ എൻ്റെ വിചാരം ഈ മുദ്രാവാക്യം ആലോചിക്കാന്നും പറഞ്ഞിട്ടാ ഞാനിരിക്കണേ. എടാ അതേ, ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു പോയടാ. എന്നോട് പിടിച്ചിരുത്തിട്ടോ? ഒരു കഷ്ടം. ഈ മുദ്രാവാക്യം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഒന്ന് എഴുതിയെടുക്കായിരുന്നു അത്. എന്നാ പറ. പറഞ്ഞോ. നാളെ മതിയോടാ. എന്നാ പിന്നെ ഇങ്ങനെ ആക്കി എന്തിനാ? നാളെ ആണെങ്കിലോ? നാളെ ആണെങ്കിലേ അറിയാവുന്നവരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് എഴുതിച്ചിട്ട് എൻ്റെ പേര് വെച്ച് നിനക്കും കൂടെ തന്നാ മതിയല്ലോ. അപ്പൊ അളിയന് പറ്റില്ല. അളിന് എങ്ങനെയും 4 മുദ്രാവാക്യം എഴുതാറിയാത്ത ആൾ എങ്ങനെ ഈ നാടകം എഴുതണേ? എനിക്ക് അറിയാണ്ട് ചോദിക്കാം ഞാൻ. എടാ ഇത് നാടകമല്ലല്ലോ, ഇത് മുദ്രാവാക്യമല്ലയോ?
അതൊക്കെ ഇച്ചിരി ആലോചിച്ചുകൊണ്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. ആലോചിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതാണ്, ഇതും ഒരു തൊഴിലാണല്ലോ. അപ്പൊ അവർക്കൊരു യൂണിഫോം വേണം, ഞങ്ങൾക്കും വേണം യൂണിഫോം. ഭർത്താക്കന്മാരുടെ പഴയ ഷർട്ട് ഇനി ഞങ്ങൾ ഇടില്ല, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേമാതിരി ശമ്പളം ഒന്ന് കൂട്ടിക്കിട്ടണം. റോഡും കീറും ചാലും കീറും പുല്ലും വെട്ടും ഞങ്ങൾക്കും വേണം യൂണിഫോം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലോ അല്ലയാ. അങ്ങനെ ഒരു താളത്തിൽ പറയാൻ പറ്റണം. അതാ താളത്തിലൊക്കെ പറയാം. പക്ഷേ നീ പറഞ്ഞൊരു ജീവനില്ലടാ. അതല്ലേ അളിയനോട് പറയാൻ പറയണത്. ഒരു കാര്യം ചെയ്യും, നാളെ എഴുതി തരാം. ഇതൊക്കെ ആലോചിച്ചും കണ്ടുമൊക്കെ എഴുതേണ്ട കാര്യമല്ലേ? എന്താ എന്താണ് ഒരു പ്രശ്നം ഉണ്ടല്ലോ അമ്മാവ. എന്താടാ? ഷാഹിന ഇവിടെ ഉണ്ടാ? ഷാഹിന ഇവിടെ ഉണ്ട്. എന്തേ? അതെ, എങ്ങനെയാണ് അവളോട് അവതരിപ്പിക്കുമെന്ന് ഓർത്തിട്ട്. എന്താണ്? എന്താ സംഭവം പറയേ. അവളുടെ വാപ്പയുണ്ടല്ലോ മജീദ്, മരിച്ചതല്ല, കൊന്നതാണോടാ? കൊന്നത് മരിച്ചതൊന്നുമല്ല. പിന്നെ പുള്ളിയുടെ കല്യാണം നിശ്ചയമാണ് നീ വരുന്ന 12-ാം തീയതി. നമ്മുടെ മജീദിന്റെയോ? ആ മജീദിന്റെ കല്യാണോ? ആ കല്യാണം. ഞാൻ എങ്ങനെ ഇവളോട് പോയി ഇത് പറയും?